എടാ, ഗോൾഡ് ബിസ്ക്കറ്റ് കണ്ടുപിടിക്കാൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്. അണ്ണാ, അതെങ്ങനെ കണ്ടുപിടിക്കും? എടാ, ഗോൾഡ് പോയത് മാർക്കറ്റിലാണെങ്കിൽ കുറെ കടകളും ഉണ്ട്. അവിടെ CCTVകളും ഉണ്ടല്ലോ. അത് വെച്ച് നമുക്ക് ഹാക്ക് ചെയ്ത് ആ കള്ളനെ പിടികിട്ടൂലേ? അണ്ണാ, ഹാക്ക് ചെയ്യുന്നതിനേക്കാളും കടയിൽ പോയിട്ട് നോക്കിക്കൂടെ? എടാ പൊട്ടാ മണ്ടാ മൊട്ടെ, നമ്മൾ ഫേമസ് ആയ കള്ളന്മാരല്ലടാ. അതുകൊണ്ട് പുറത്തിറങ്ങിയ നമ്മളെ തിരിച്ചറിയൂലേ? ഓ, അങ്ങനെയുണ്ടല്ലേ. എടാ, ഞാൻ ഒരുത്തനെ വിളിക്കാം. അവൻ ഹാക്കിങ്ങിന്റെ കാര്യത്തിൽ കില്ലാടി. അവനെ തന്നെ വിളിക്കാം. ചാർജ് 2% ഹലോ ഹലോ, ഹാക്കർ സുമേഷ് അല്ലേ? ഒരു ചെറിയ ഹെൽപ്പ് വേണം. നാളെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ആ, ഓക്കെ, താങ്ക് യു. എടാ, നിങ്ങളൊക്കെ കണ്ടിട്ട് എത്ര വർഷങ്ങളായടാ. ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? കാര്യങ്ങളിലേക്ക് കടക്കാം. എടാ, ഞാൻ ഹാക്ക് ചെയ്യേണ്ട സ്ഥലം പറഞ്ഞതാടാ. മറ്റേ ജംഗ്ഷനിലെ സൂര്യ മാർക്കറ്റിലെ CCTV ആണ് ഹാക്ക് ചെയ്യേണ്ടത്. ഹാക്ക് ചെയ്ത്. നീ തങ്കപ്പൊന്നല്ലടാ, പൊന്നപ്പൻ. ഇനി നീ ചെയ്യേണ്ടത് 5 ദിവസം മുൻപുള്ള വിഷ്വൽസ് എനിക്ക് കാണിച്ചതാ. വൈകിട്ട് 4 മണിക്കുള്ള സീനാണ് ആവശ്യം. വെയിറ്റ്, ഈ സമയം ഞാൻ ആ ചെറുക്കൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് സാധനമാടാ അവന്റെ കവറിൽ തെറിച്ച് വീണേ? എടാ, ഒന്നും കൂടെ അതൊന്ന് കാണിച്ചേ. ഓ മൈ ഗോൾഡ്. എടാ മൊട്ടെ, റെഡി ആയിക്കോ, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അണ്ണാ, സിനിമയിൽ പോലും നടക്കാത്ത ട്വിസ്റ്റ് ആയി പോയല്ലേ ഇത്. എന്തായാലും അവനെ പൊക്കണം. ഹോ, 8ന്റെ പണിയായി പോയല്ല. 1 കോടിയാണ് ആ ചെറുക്കന്റെ കയ്യിൽ. എടാ, നീ ഇതൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെടാ. ചേട്ടാ, ഈ ഫോട്ടോയിലുള്ളവൻ അറിയാമോ? ചേട്ടാ, ഇവൻ അറിയോ? അപ്പൂപ്പ, ദാ ഇവനെ കണ്ടിട്ടുണ്ടാ? നിങ്ങൾക്ക് ഇവൻ അറിയാമോ? രണ്ട് ദിവസമായി, എന്നിട്ടും അവനെ കിട്ടിയില്ലല്ലോ. അപ്പോ ഇതാണ് അവന്റെ വീട്. അണ്ണാ, വാ, പണി തുടങ്ങാം.